അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞതിൽ ന്യായമുണ്ടോ? കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പദവി അത് വേണമെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ കുറ്റാരോപിതനാണ്, അത് കുറ്റം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം പാർട്ടിക്ക്. അതുപോലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. അത് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ആ പ്രാഥമിക അംഗത്വം തിരിച്ചു കൊടുക്കാം. പക്ഷേ MLA സ്ഥാനം അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന ഒരു ന്യായത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായി തുടരുന്നത്. ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ന്യായമായ ഒരു കാര്യമാണല്ലോ എന്ന് നമുക്ക് തോന്നാം. കാരണം വളരെ യുക്തിഭദ്രമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഞങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം, അതുപോലെയുള്ള പാർട്ടി പദവികളൊക്കെ തന്നെ തിരിച്ചു കൊടുക്കാം, മെമ്പർഷിപ്പ് തിരിച്ചു കൊടുക്കാം, പക്ഷെ MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്നവർ ഓർക്കും ശരിയാണല്ലോ എന്ന്. വളരെ സമർത്ഥമായിട്ടാണ് അദ്ദേഹം ആ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനം, ശ്രീ VD സതീശൻ നടത്തിയ പത്രസമ്മേളനം, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. അപ്പൊ അതിലൊക്കെ പറഞ്ഞത് പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ആലോചിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഏകകണ്ഠമായി ഞങ്ങളെടുത്ത തീരുമാനമാണ് അറിയിക്കുന്നതെന്ന് പറഞ്ഞ് KPCC പ്രസിഡന്റും ഇതേ കാര്യം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വ്യക്തമാക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്തതല്ല MLA സ്ഥാനം. MLA സ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചതാണ്. അപ്പോൾ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന പരിധി എന്ന് പറയുന്നത് സേനാപതി പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാൽ പാർട്ടി അല്ല അദ്ദേഹത്തെ MLA ആക്കിയത്. പാർട്ടി അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുത്തു, അദ്ദേഹം മത്സരിച്ചു, ജനങ്ങളാണ് അദ്ദേഹത്തെ MLA ആക്കിയത്. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന് ധാർമ്മികമായും അതുപോലെ തന്നെ നിയമപരമായും, അതായത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ സത്യപ്രതിജ്ഞ എന്നുള്ളതിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അതിന്റെ ഭാവാത്മകമായ അർത്ഥത്തിൽ അങ്ങനെ വരുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ജനങ്ങളുടെ പ്രതിനിധിയായി MLA ആയി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് രാജിവെച്ചാൽ അദ്ദേഹത്തിന് അത് തിരികെ കിട്ടുകയൊക്കെ ചെയ്യും. അതായത് രാജിവെക്കപ്പെട്ട MLA ധാർമ്മികമായ ഒരു കാര്യത്തിന്റെ പേരിലാണ് രാജിവെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ വീണ്ടും ബൈ ഇലക്ഷൻ വരുമ്പോൾ ഇദ്ദേഹത്തിന് മത്സരിക്കാം. അദ്ദേഹത്തിന്റെ അഗ്നിശുദ്ധി തെളിയിച്ചുകൊണ്ട് വീണ്ടും ജനങ്ങൾക്ക് മുമ്പാകെ തന്നെ ചെല്ലാം. അപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാകും ഇദ്ദേഹം കുറ്റവിമുക്തനാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആ പ്രശ്നമില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം രാഷ്ട്രീയ രംഗത്ത് ഉണ്ട്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിന്റെ സമ്മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കാം, ഓരോ പാർട്ടിക്കും ഓരോ നയമുണ്ട്. ആ നയമനുസരിച്ച് ആ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്കെതിരെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാർട്ടി പ്രതിനിധിയായിട്ടല്ല, ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹം MLA ആവുന്നത്. പാർട്ടി പ്രതിനിധിയായിട്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാം, അത്രേ പറ്റുള്ളൂ. ഒരു പാർട്ടി പ്രതിനിധിക്ക് സ്ഥാനാർത്ഥി വരെയേ ആകത്തുള്ളൂ. സ്ഥാനാർത്ഥിയായ വ്യക്തി തിരഞ്ഞെടുപ്പ് ജയിച്ച് നിയമസഭയിലേക്ക് പോകണമെങ്കിൽ പാർട്ടി പ്രതിനിധി അല്ല, ജനപ്രതിനിധി എന്നാണ് പറയുക. അപ്പോൾ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനത്തിന് മുമ്പാകെ ആ ധാർമ്മികത തെളിയിക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നാണക്കേടുണ്ടാകാതെ, നിങ്ങൾക്ക് വിശദീകരണം പറയാൻ ഒരു അവസരം വരാതെ, നിങ്ങൾക്ക് ഒരു ധാർമ്മികമായിട്ടുള്ള ചലഞ്ച് ആയി നിൽക്കാതെ, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കുന്നു, ഞാൻ ഇതിൽ നിരപരാധിയാണെന്ന് തെളിയിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് എന്നെ തിരഞ്ഞെടുക്കാം എന്ന് പറയുന്നിടത്താണ് ഒരു ജനപ്രതിനിധിയുടെ ദൗത്യം പൂർത്തിയാവുക. ഇതാണ് ശരിക്കും ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ ചെയ്യേണ്ടത്. ഇപ്പൊ LK അദ്വാനിക്കെതിരെ കേസ് വന്ന സമയത്ത് LK അദ്വാനി വിധി വരട്ടെ, ഞാൻ പ്രതിയായതല്ലേ ഉള്ളൂ, ശിക്ഷ വരട്ടെ എന്ന് കാത്തിരുന്നില്ല. അതിനു മുമ്പ് തന്നെ രാജിവെച്ചു. നിരവധി പേര് അങ്ങനെ രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ പാർട്ടിയുടെ സംസ്കാരം, ഓരോ പാർട്ടിയുടെ തീരുമാനം, അതിന്റെ നിലപാട്, അതൊക്കെ ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ എടുത്തിരിക്കുന്ന നിലപാട് കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനം. എനിക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ കോൺഗ്രസിനെ പോലെ തന്നെ വലിയ തെറ്റ് ചെയ്ത ഒരു പാർട്ടിയാണ് CPM. കാരണം CPM ഭരണകക്ഷിയാണ്. ഭരണകക്ഷിയുടെ
കയ്യിലാണ് പോലീസ് ഇരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായിട്ട് ഇപ്പൊ സേനാപതി പറഞ്ഞതുപോലെ തന്നെ പറയാം, പരാതിയൊന്നും കിട്ടിയിട്ടില്ല, റിട്ടേൺ കംപ്ലൈന്റ് ഇല്ല, FIR ഇല്ല, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വാഹനാപകടം ഉണ്ടായി എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവർ സ്ഥലത്ത് വരികയും അന്വേഷണം നടത്തുകയും ചെയ്യും. ഇവിടെ കത്തിക്കുത്ത് നടക്കുന്നു എന്നൊരാൾ വിളിച്ചു പറഞ്ഞാൽ പോലീസ് സ്ഥലത്ത് പോകും. ഇവിടെ തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലീസ് മാത്രമല്ല ഫയർഫോഴ്സും വരും. അപ്പൊ റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന സാങ്കേതികത്വമൊന്നും അന്വേഷണത്തിനെ സംബന്ധിച്ച് ആവശ്യമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണകൂടത്തിന് നിലവിലുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, ഇത് വസ്തുതയാണോ, അന്വേഷിക്കാം. കേസെടുക്കാൻ FIR-ഉം മറ്റു കാര്യങ്ങളും കോടതിയുമൊക്കെ അതിന്റെ പിന്നാലെ. പക്ഷെ അന്വേഷിക്കേണ്ട ചുമതലയുണ്ട്. ആ അന്വേഷിക്കേണ്ട ചുമതല ഇതേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ധർമ്മസ്ഥലയിൽ വാർത്ത വന്നതേ ഉള്ളൂ. അന്വേഷിച്ചു എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് രൂപ മുടക്കി എന്തെല്ലാം മണ്ണ് കുഴിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അപ്പോ റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടോ എന്നൊന്നും നോക്കി നിന്നില്ല, അതിന് കാത്തു നിന്നില്ല. അപ്പോൾ ജനകീയമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇത് ഉയർന്നു വരുന്ന സമയത്ത് ഭരണകൂടം ഉണർന്ന് അവിടെ ഇടപെടേണ്ടതാണ്. എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളായതുകൊണ്ട് പരസ്പര സഹായ സഹകരണ സംഘമായിട്ട് ഇപ്പോഴാണ് സഹായിക്കേണ്ടതെന്ന് CPM-ന് ബോധ്യമുള്ളത് കൊണ്ടാണ് CPM-ന്റെ പോലീസ് അല്ലെങ്കിൽ ഭരണകൂടം ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നതും കണ്ണടയ്ക്കുന്നതും. എന്തു വന്നാലും ഈ ഒരു നയം കോൺഗ്രസിനെ സംബന്ധിച്ചും രാഹുലിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും പൊതുവെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും വളരെയേറെ അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ രാഹുൽ എന്ന് പറയുന്ന ആളിന് 90 വയസ്സ് കഴിഞ്ഞതാണ്, ലാസ്റ്റ് ആണ്. ഇനിയിപ്പോ ഒരു ബൈ ഇലക്ഷൻ വരെ ജീവിച്ചിരിക്കുകയില്ല. അങ്ങനെയുള്ള വയസ്സിനൊക്കെയാണ് പിന്നെ നമുക്ക് സേനാപതി പറഞ്ഞ പോലെ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു ആശങ്ക വരാം. ഇദ്ദേഹം പയ്യനാണ്. ഇദ്ദേഹത്തിന് തിരിച്ചു വന്നിട്ട് ഇതേ തെരഞ്ഞെടുപ്പിലോ മറ്റു തെരഞ്ഞെടുപ്പുകളിലോ മത്സരിച്ചുകൊണ്ട് ജയിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, ആ ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ അത് വളരെ ധാർമ്മികമാകുമായിരുന്നു. ഞാനിത് പറയാൻ കാരണം, ഇതുപോലെ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ശ്രീ KM മാണിയുടെ നേരെ ഇതുപോലെ ആരോപണം ഉണ്ടായി കഴിഞ്ഞപ്പോ KM മാണി ആദ്യം രാജിവെക്കുന്നില്ല, ഞാൻ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ബലം പിടിച്ചു നിന്നു. അവസാനം രാജിവെക്കേണ്ടിയും വന്നു. അപ്പോൾ ആദ്യം തന്നെ രാജിവെപ്പിച്ചവർ കോൺഗ്രസ്സുകാരാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, അന്ന് രാജിവെപ്പിച്ചവർ കോൺഗ്രസ്സുകാരാ. അതെ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉദാഹരണം ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അന്ന് രാജിവെപ്പിക്കാൻ വേണ്ടി എത്രമാത്രം തീവ്രമായ ശ്രമം നടത്തി, അത് വിജയിച്ചു. KM മാണി രാജിവെച്ചു. ഞാൻ KM മാണിയുടെ ആളായിട്ട് പറയല്ല, ഈ കേരളത്തിൽ നടന്ന ഉദാഹരണങ്ങളാണ്. ഈ കേരളീയ സമൂഹം ഇതൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലം വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതായത് ഞങ്ങൾ എടുത്ത സ്റ്റാൻഡിന് ഞങ്ങൾക്ക് ന്യായീകരണമുണ്ട് എന്ന് പറയാൻ ആർക്കും സാധിക്കും, ആ ന്യായീകരണങ്ങൾ നിരത്താനും സാധിക്കും. പക്ഷെ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പറയാൻ പോകുന്നത്, അതായത് KM മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചു, അതുപോലെ PJ ജോസഫിനെതിരെ സമാനമായിട്ടുള്ള ആരോപണം ഉയർന്ന സമയത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചു. പക്ഷെ അന്നൊന്നും ഇവർ MLA സ്ഥാനം രാജിവെച്ചില്ല. അപ്പോൾ ആ പാത പിന്തുടരുകയാണ് എന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കാം. അതെ, ആ പിടിച്ചു നിൽക്കുമ്പോൾ ആ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജിനെ കുറിച്ചും രാഷ്ട്രീയ രംഗത്തിനുണ്ടാകുന്ന ഡാമേജിനെ കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം കോൺഗ്രസിനെ രക്ഷിക്കാനോ രാഹുലിനെ രക്ഷിക്കാനോ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. പൊതുവെ രാഷ്ട്രീയക്കാരെ കുറിച്ചും MLA-മാരെ കുറിച്ചും രാഷ്ട്രീയ നേതൃത്വം, മന്ത്രിമാർ എന്നിവരെ കുറിച്ചും ജനങ്ങൾക്കിടയിലുള്ള ഒരു നിലവാരമുണ്ടല്ലോ, ആ നിലവാരമാണ് തകർക്കുന്നത്. അത് കോൺഗ്രസ്സുകാർ തകർത്താലും BJP തകർത്താലും CPM തകർത്താലും തകരുന്നത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയക്കാരുടെ ഇമേജാണ് പോകുന്നത്, വിശ്വാസ്യതയാണ് പോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വലിയ ഒരു ദ്രോഹമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല എന്നുള്ളതാണ്. ഇപ്പൊ സാങ്കേതികമായി പറയാം, നഷ്ടപ്പെട്ടു പോകുന്ന MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്, തിരിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അവിടെ ബൈ ഇലക്ഷൻ വരുന്നത്. അവിടെ ഇനി ഒരു കാലത്ത് ഇലക്ഷൻ ഇല്ലാന്നോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇനി ഒരു കാലത്ത് മത്സരിക്കാൻ പറ്റില്ല എന്നോ ഒരു നിയമ തടസ്സവുമില്ല. അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാം, വീണ്ടും ഇലക്ഷൻ വരും, ആ സമയത്ത് വിജയിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതായിരുന്നു ഒരു ചെറുപ്പക്കാരനായ യുവാവായിട്ടുള്ള ഒരു MLA സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ 140 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ന്യായയുക്തമായ കാരണം. എന്തുകൊണ്ടെന്നാൽ അവിടെ വനിതാ നേതാക്കന്മാർ, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വനിതാ നേതാക്കന്മാർ ഇത്രമാത്രം വലിയ എണ്ണത്തിൽ, സംഖ്യയിൽ തീഷ്ണമായി പ്രതികരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അത് KSU മുതൽ യൂത്ത് കോൺഗ്രസ് മുതൽ എല്ലാ വിധത്തിലുള്ള വനിതാ നേതാക്കന്മാരും ഇതിനെ ശക്തമായിട്ട് അപലപിക്കുമ്പോൾ ആ വികാരമെങ്കിലും കണക്കിലെടുക്കേണ്ടതല്ലേ? ആ വികാരത്തെ ന്യായവും യുക്തിയും വെച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെ തന്നെ പരാജയപ്പെടുത്തുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.